ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു വെള്ളരിക്ക കിച്ചടിയാണ്. സദ്യ ഐറ്റംസിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. നല്ല ടേസ്റ്റിയാണ്. ചോറിനാൻ ഇത് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളരിക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പിന് നോക്കുകയാണെങ്കിൽ ഒരു 2 കപ്പ് 2.5 കപ്പ് ഒക്കെ ഏകദേശം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതാ ഉപ്പിട്ട് കൊടുത്തു. പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പേരിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് വെള്ളത്തിൽ കിടന്ന് വെന്തോളും. അപ്പോൾ അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുകയാണ്. ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കുക. 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, 1/2 കപ്പ് തൈര്. പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് തൈരും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ വെള്ളരിക്ക ഇതാ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത് സാരാക്കണ്ട. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇടുക. തിളച്ച് വരാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ തൈരും തേങ്ങയും എല്ലാം കൂടി പിരിഞ്ഞൊരു വഴിക്കാകും. അപ്പം നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആവി പൊങ്ങി വരുമല്ലോ, ആ സമയത്ത് നമ്മൾ ഫ്ലെയിം തീരെ ഓഫ് ചെയ്യണം. നമ്മൾ നോക്കുക ആവി വരുന്നുണ്ടോയെന്ന്. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇത് കടുക് ചതച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ട് വെറുതെ ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ അരയ്ക്കൊന്നും വേണ്ട. നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്ന സംഭവം ഉണ്ടല്ലോ, അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതും കൂടി ഇതിലേക്ക് ഇടുക. ആ ചൂടോടെ തന്നെ ആകുമ്പോൾ അതിൽ കിടന്ന് റെഡി ആയിക്കോളും. ഇനി നമ്മൾ ഫ്ലെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വറവിട്ടെടുക്കുകയാണ്. ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് കൊടുത്തു. സാധാരണ നമ്മൾ വറവിടുന്ന പ്രോസസ്സ് തന്നെയാണ്. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 തണ്ട് കറിവേപ്പില ഇടുക. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ്. അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മൾ കറി അടച്ച് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ട് ഈ വറവൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്